ആ മദീനത്ത് സുഖസുന്ദരമായി പ്രവാചകൻ താമസിക്കുന്ന സന്ദർഭത്തിൽ ഖുറൈശികൾ തീരുമാനിക്കുന്നു മദീന തകർക്കണം. അവിടെയും മുഹമ്മദിനെ നിൽക്കാൻ അനുവദിച്ചുകൂടാ. സ്വന്തം നാട്ടിൽ നിൽക്കാൻ അനുവദിച്ചില്ല. മറ്റൊരു നാട്ടിൽ പോയി അഭയം തേടി സുരക്ഷിതമായി ജീവിക്കുമ്പോൾ അവിടെ അവരുടെ മത ആദർശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറായപ്പോൾ മതസ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കാത്ത ആളുകൾ അന്യനാട്ടിൽ പോയിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. അവിടെയും അനുവദിച്ചുകൂടാ. അങ്ങനെ പ്രവാചകനെയും സഹാബത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി ഖുറൈശി പട നയിച്ച യുദ്ധമാണ് ബദർ. ആ ബദർ യുദ്ധത്തിന് പോകുമ്പോൾ പ്രവാചകർ അനുയായികൾക്ക് സത്യത്തിൽ ഒരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടില്ല. അവര് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം വരുന്നുണ്ട്, കച്ചവട സംഘം. ആ കച്ചവടത്തിന്റെ ലാഭം മുഴുവനും ആയുധങ്ങളാക്കി മാറ്റി പ്രവാചകനെ നശിപ്പിക്കാനുള്ള പുറപ്പാടിനാണ്. അതുകൊണ്ട് ആ കച്ചവട സംഘത്തെ തടഞ്ഞു വെക്കണം. അത് മക്കയിലെത്തിയാൽ ആയുധങ്ങളായി പ്രവാചകനെതിരെ ഇസ്ലാമിനെതിരെ തിരിച്ചു വരും. അത് തടയാൻ വേണ്ടി പോയവരാണ്. അതുകൊണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, ആൾബലമില്ല. വെറും 300 ചില്ലാനം ആളുകളാണ് അവർ ഏറ്റുമുട്ടേണ്ടി വരുന്നതോ 1000-ഓളം വരുന്ന ശത്രുക്കളോട്. സർവായുധ വിഭൂഷിതരായ 18 ആയുധങ്ങളും അണിഞ്ഞ ഖുറൈശി പടയോട് ഏറ്റുമുട്ടേണ്ടി വരുന്നു 1000-ഓളം വരുന്ന ആളുകളോട്. സഹാബത്താവട്ടെ 300 ചില്ലാനം ആളുകൾ, അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ പട നയിക്കുമ്പോൾ ചില ആളുകൾ പറഞ്ഞു, നബിയേ, നമ്മളൊരു യുദ്ധത്തിന് വേണ്ടി വന്നവരല്ല, നമ്മൾ ആയുധമണിഞ്ഞിട്ടില്ല, നമ്മൾ ഭാര്യമാരോട് വസിയത്ത് ചെയ്തിട്ടില്ല, മക്കളോട് യാത്ര പറഞ്ഞിട്ടില്ല, അതുകൊണ്ടൊരു യുദ്ധം വേണോ? നബി തങ്ങൾ പറഞ്ഞു, നമ്മൾ യുദ്ധം ആഗ്രഹിച്ച് വന്നവരല്ല, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു സംഘം വരികയാണ്, അവരെ പ്രതിരോധിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു വഴി നമ്മുടെ മുമ്പിലില്ല. മക്കയിൽ നിന്ന് അവർ ഇളകി പുറപ്പെട്ടു കഴിഞ്ഞു, ആർഭാടപൂർവം ഇളകി പുറപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് പ്രതിരോധിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാളെയും നശിപ്പിക്കരുത്, നിങ്ങൾ യുദ്ധം തുടങ്ങരുത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിർദ്ദേശം നൽകി. അങ്ങനെ ശത്രുക്കൾ ബദറിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബദറിലെത്തി. ബദറിൽ വെച്ച് ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ പോകുന്ന ഘട്ടത്തിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധരംഗത്ത് മുൻപന്തിയിൽ തന്നെയാണ്, മുൻനിരയിലാണ്. പ്രവാചകൻ ഒരു കറുത്ത കൊടി കെട്ടിയിട്ട് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിൽ കൊടുത്തു. 3 പതാകകളായിരുന്നു അന്നുണ്ടായിരുന്നത്. 2 വെളുത്ത പതാകകളും ഒരു കറുത്ത പതാകയും. അങ്ങനെ 3 കൊടികൾ ബദർ യുദ്ധത്തിൽ സ്വഹാബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിലെ കറുത്ത കൊടിയെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പ്രവാചകന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അലി എന്നവര് കറുത്ത കൊടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ കാലഘട്ടത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച അലി റളിയല്ലാഹു അൻഹു തന്റെ യുവത്വം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ, അല്ലാഹുവിന്റെ പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി. ഒരു കറുത്ത പതാകയും പിടിച്ച് പ്രവാചകന്റെ ഇടത്തും വലത്തുമായി നടന്നു മുന്നോട്ട് നീങ്ങുകയാണ്. നോക്കൂ നിങ്ങൾ, ചെറുപ്പത്തിലേക്ക് കിട്ടിയ സൗഭാഗ്യം, അള്ളാന്റെ ദീനിന് വേണ്ടി ദീനിനെ സംരക്ഷിക്കാൻ. കിസ്സപ്പാട്ടുകളിലൊക്കെ കാണാം, തങ്ങൾക്കും അരശര ഇടബലവും നിന്നാറങ്ങവരിരുപേരും എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു കറുത്ത കൊടിയുമായി പ്രവാചകന്റെ വലത്തും ഇടത്തുമായി മുന്നോട്ട് പോകുന്നു. ബദർ രണാങ്കണത്തിൽ ആയുധമില്ലാത്ത സ്വഹാബത്ത് അതിന്റെ മുൻനിരയിൽ നിൽക്കുന്നു മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരാളെയും യുദ്ധം തുടങ്ങരുത്, നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടാവരുത്. ശത്രുക്കൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് അക്രമം തുടങ്ങിയാൽ മാത്രം നിങ്ങൾ പ്രതിരോധിച്ചാൽ മതി, ആരും എതിർക്കാൻ പോവരുത്. ആ സമയത്താണ് ശത്രുഭാഗത്തു നിന്ന് ഓരോരുത്തർ വന്നുകൊണ്ട് പ്രവാചകനെ ചീത്ത പറയാൻ തുടങ്ങി, പ്രകോപനമുണ്ടാക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയുണ്ടാക്കിയ തടാകം തകർക്കാൻ വേണ്ടി ഓരോരുത്തർ വന്നു. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെ ചീത്ത പറഞ്ഞുകൊണ്ട്, പ്രവാചകനെ ചീത്ത പറഞ്ഞുകൊണ്ട് ശത്രുക്കൾ സംസാരിച്ചു. ആരായിരുന്നു അവർ? ഉത്ബത്ത്, ശൈബത്ത്, വലീദ്, ഈ 3 ഖുറൈശികളിൽപ്പെട്ട പ്രമുഖന്മാർ, രക്തബന്ധമുള്ള 3 ആളുകൾ. ഉത്ബത്ത്
ഉതുബത്തിന്റെ അനുജനാണ് ശൈബത്ത്, ഉതുബത്തിന്റെ മകനാണ് വലീദ്. ഇങ്ങനെ രക്തബന്ധമുള്ള മൂന്നാളുകൾ രണാങ്കണത്തിൽ വന്ന് പ്രവാചകനെ ചീത്ത പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുവാദപ്രകാരം 3 അൻസാരികളായ സഹാബത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഖുറൈശികൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ അൻസാരികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭയം കൊടുത്ത അൻസാരികളാണ്. ഞങ്ങൾ ഞങ്ങളെ ജീവൻ കൊടുത്തുകൊണ്ട് പ്രവാചകനെ സംരക്ഷിക്കും. നിങ്ങളെ നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിങ്ങൾ അനുവദിച്ചില്ല. ആ പ്രവാചകൻ ഞങ്ങളെ നാട്ടിലേക്ക് കടന്നു വന്നു, ഞങ്ങളത് സ്വാഗതം ചെയ്തു. ആ പ്രവാചകനെ നശിപ്പിക്കാൻ നിങ്ങൾ വന്നാൽ രക്തം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. പ്രവാചകന്റെ മുന്നിലും പിന്നിലും വലത്തും ഇടത്തും ഞങ്ങൾ മരിച്ചു വീഴും, അല്ലാതെ പ്രവാചകനെ തൊടാൻ അനുവദിക്കില്ല. അൻസാരികൾ ഖുറൈശികൾ പറഞ്ഞു, നിങ്ങളോട് ഞങ്ങൾക്ക് യുദ്ധമില്ല, നിങ്ങൾ മദീനക്കാരാണ്, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ ബന്ധുക്കളാണ്. ഖുറൈശികൾക്ക് ഖുറൈശികളെ കടയൊക്കുകയുള്ളൂ, അതുകൊണ്ട് ഖുറൈശികളെ തന്നെ ഇറക്കിവിടണം. ഞങ്ങളോട് കൂടെ കളിച്ചവർ മക്കക്കാര്, ഹംസയുണ്ടവിടെ, ഉബൈദത്തുണ്ടവിടെ, അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനുണ്ട്, അവര് വരട്ടെ എന്ന്. അത് പറഞ്ഞപ്പോ അൻസാരികൾ തിരിച്ചു പോന്നു. നിങ്ങളോട് യുദ്ധമില്ലെന്ന് പറഞ്ഞു. ശത്രുക്കൾ പിന്മാറിയപ്പോൾ അവർ തിരിച്ചു പോന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ അവരിങ്ങനെയാ പറഞ്ഞത്, അലി ഇബ്നു അബീ ത്വാലിബിനെ വിട്ടുകൊടുക്കാൻ, ഹംസത്തുൽ ഖറാറിനെ വിട്ടുകൊടുക്കാൻ, ഉബൈദത്തിനെ കൊടുക്കാൻ, ഖുറൈശികളെ വിട്ടുകൊടുക്കാനാ പറയും. ആ സമയത്ത് പ്രവാചകന്റെ കൂടെ ചെറിയ പ്രായം മുതൽ ഒരു പോറ്റുമകനെ പോലെ നെയ്യല് പോലെ സഞ്ചരിച്ച അലി ഇബ്നു അബീ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഖും യാ അലി, അലി എഴുന്നേൽക്കൂ, അലി എഴുന്നേൽക്കൂ. കാരണം ഇത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹോദരനായി വരുന്ന അലി ഇബ്നു അബീ ത്വാലിബിനെ തന്നെ എഴുന്നേൽപ്പിച്ചു യുവാവ്. ഖും യാ അലി. ആ രംഗം നിങ്ങൾ ആലോചിക്കണം. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ 313 ആളുകൾക്ക് 8 9 വാളുകൾ മാത്രമേ അവരെ കയ്യിലുള്ളൂ, ബാക്കിയൊക്കെ നിരായുധരാണ്. അങ്ങനത്തെ ഒരു സംഘമാണ്. ഗത്യന്തരമില്ലാതെ രണാങ്കണത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് എഴുന്നേറ്റു. അലി ഇബ്നു അബീ ത്വാലിബ് എഴുന്നേറ്റ് രണാങ്കണത്തിലേക്ക് ചെന്നു. ശത്രുക്കളുമായി പടവട്ടൽ തുടങ്ങി. ശത്രുക്കൾ അലി ഇബ്നു അബീ ത്വാലിബിനെ കണ്ടപ്പോൾ അവർക്ക് അവരുടെ ഈർഷ്യം വർദ്ധിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ മുഹമ്മദിനെ സഹായിച്ചവൻ, 10 വയസ്സ് മുതൽ പ്രവാചകന്റെ കൂടെ വിശ്വാസം ഇസ്ലാം മതം വിശ്വസിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരൻ അലി എന്നവരെ കണ്ടപ്പോ അവർ ആവേശം ഇരട്ടിച്ചു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്ന യുവാവിനെ കൊള്ള കുതിച്ചു ചെന്നു അവർ. അലി എന്നവരതാ പടച്ചറപ്പിന് വേണ്ടി യുദ്ധരണാങ്കണത്തിൽ ബദർ യുദ്ധത്തിലെ മണൽ തരികളെ കിടുകിടിലം കൊള്ളിച്ചുകൊണ്ട് ശക്തമായി പടവെട്ടാൻ തുടങ്ങി എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തന്റെ ശത്രുവായ വലീദിനെ വെട്ടിവീഴ്ത്തി. എന്നിട്ട് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ തിരുസന്നിധിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അലി ഇബ്നു അബീ ത്വാലിബിന്റെ ബദർ രണാങ്കണത്തിലെ ആദ്യ പോരാട്ടം നിങ്ങൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ കാലഘട്ടം. സഹോദരങ്ങളെ, നമ്മളെപ്പോലെ ജീവിക്കണമെന്ന ആഗ്രഹമുള്ളവരാണ്. ഒരു യുവാവിനുണ്ടാകുന്ന ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അല്ലാഹുവിന്റെ ദീനിനെ എല്ലാറ്റിനേക്കാളും വില കൽപ്പിക്കുന്ന ഈമാൻ. ഇസ്ബിറൂ വസ്വാബിറൂ, നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമയിൽ നിങ്ങൾ മറ്റുള്ളവരെ പിറകിലാക്കണമെന്ന വിശുദ്ധ ഖുർആന്റെ വാക്യം ഉൾക്കൊണ്ടുകൊണ്ട്, ആയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറിയ അലി റളിയല്ലാഹു തആല ആ പ്രസിദ്ധമായ ലോകം ഖിയാമത്ത് നാൾ വരെ സ്മരിക്കപ്പെടുന്ന ബദർ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്.